ഞാനിപ്പോൾ ഉള്ളത് ചെല്ലാനത്താണ്. ചെല്ലാനത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടെന്ന്. ആ റിസോർട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ റിസോർട്ടിൻ്റെ കാഴ്ചകൾ വളരെ നല്ല ഒരു ഫീലാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഈ റിസോർട്ട് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്തും എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റത്തുമായ ബോർഡർ അതിരുകൾ പങ്കിടുന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ചെല്ലാനം. അനേകം ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും ഈ റിസോർട്ടിൽ വന്ന് പോകുന്നുണ്ട്. ഈ റിസോർട്ടിൻ്റെ പേരാണ് കൊണ്ടൈലിപ്പ് ബാക്ക് വാട്ടർ ഹെറിറ്റേജ് റിസോർട്ട്. ഈ റിസോർട്ട് ഇവിടെ ആരംഭിച്ചിട്ട് ഏകദേശം 22 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ റിസോർട്ടിൽ ഒരു ദിവസം താമസിക്കുന്നതിന് എത്ര രൂപ നമുക്ക് ചിലവ് വരും എന്നുള്ളത് അറിയുവാനായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ പൂർണ്ണമായ വിവരങ്ങൾ എല്ലാം തന്നെ അറിയുന്നതാണ്. അതുകൂടാതെ ഒരു ദിവസത്തെ ഡേ ഔട്ടിംഗ് പാക്കേജുകൾ ഉൾപ്പെടുന്ന ഒരു രീതിയും ഈ റിസോർട്ടിൽ ഉണ്ട്. റൂമിൽ താമസിക്കുന്ന ഗസ്റ്റിന് ഇവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1 മണിക്കൂറത്തെ ബോട്ട് സവാരി, ഷിക്കാര, കായാക്ക്, പെഡൽ ബോട്ട്, ഫിഷിങ്, സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഒരു പഴയ കാലത്തെ സ്മരിപ്പിക്കുന്ന രീതിയിലാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇതിനകത്ത് താമസിക്കുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നതാണ് പറയുന്നത്. 17 കോട്ടേജസുകളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ചെല്ലാനം എന്ന ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ശല്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ ഒരു പ്രധാന വിനോദമാണ് ഈ തടാകത്തിൽ നിന്നും മീൻ പിടിക്കുക എന്നത്. ഈ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ വാഹനങ്ങൾ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ ഒരു കടത്തുവള്ളത്തിലാണ് ഇക്കരെ കടത്തുന്നത്. കടത്തുവള്ളത്തിൽ ഇക്കരെ കടന്നാൽ വേറെ ഒരു ലോകത്തിലേക്ക് നമ്മൾ ചെന്നതുപോലെയുള്ള പ്രതീതിയാണ് ഉളവാകുന്നത്. ഫോട്ടോഷൂട്ടുകാരുടെയും ഷൂട്ടിങ്ങുകാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ റിസോർട്ട്. ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ടാണ് മൂന്നാർ സൂര്യനെല്ലിയിൽ ഉള്ള പ്ലാനറ്റ് മൂന്നാർ എന്ന റിസോർട്ട്. അവിടെയും 17 കോട്ടേജസുകളാണുള്ളത്. പൂർണ്ണമായും പ്രകൃതിരമണീയതയും മലയുടെ ഏറ്റവും മുകളിലായി ഉള്ള സ്ഥലത്ത്, പാപ്പാത്തിച്ചോല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ റിസോർട്ടിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ കൊണ്ടൈലിപ്പ് റിസോർട്ടിൽ വരുന്ന ഗസ്റ്റിന് അവർക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഈ റിസോർട്ടിൻ്റെ അകവശം പൂർണ്ണമായും ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ ധാരാളം ആയുർവേദ സംബന്ധമായിട്ടുള്ള ചെടികൾ ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള വലിയ വൃക്ഷങ്ങളും ചെറിയ ചെടികളും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട്. ഇതിലെ പുൽത്തകിടികൾ എല്ലാം തന്നെ നല്ല രീതിയിൽ വെട്ടി ഒരുക്കുന്നതാണ്. വിദേശികളും സ്വദേശികളും ഇവിടെ ആയുർവേദ പാക്കേജുകൾ എടുക്കാറുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് 24 മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ സഹായം ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു നല്ല ഓപ്പൺ റെസ്റ്റോറൻറ്റും അതുകൂടാതെ ഒരു AC റെസ്റ്റോറൻറ്റും ഉണ്ട്. അറയും നിരയും മാതൃകയിലാണ് ഈ കോട്ടേജസുകൾ എല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആയുർവേദ തെറാപ്പി സെൻറ്റർ. ഹെർബൽ സെൻറ്റർ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റൂമിൻ്റെ അകവശം. പൂർണ്ണമായും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റൂമുകളാണ് ഇവിടെ ഉള്ളത്. മുറികളുടെ കാറ്റഗറി അനുസരിച്ച് ഇതിൻ്റെ താരിഫിലും വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ റൂമിൻ്റെ
ഉള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ നല്ല രീതിയിലുള്ള ഒരു തടാകത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. രാവിലെ സമയങ്ങളിൽ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുവാനും ഇവിടുത്തെ കാഴ്ചകൾ കാണുവാനും നല്ല ഭംഗിയാണ്. ഇതൊരു മുറിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ്. പൂർണ്ണമായും ശാന്തമായ അന്തരീക്ഷം. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇതൊക്കെയാണ് ഈ കൊണ്ടൈലിപ്പ് റിസോർട്ടിൻ്റെ കാഴ്ചകൾ. ഗുഡ് ബൈ.